നെക്സ്റ്റ് ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ് സാമൂഹ്യ മാറ്റങ്ങൾ. 4 മാറ്റങ്ങളാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അതിലൊന്നാമത്തെ പരിണാമാത്മക മാറ്റങ്ങൾ ദീർഘകാലം കൊണ്ട് സാവധാനത്തിൽ നടക്കുന്ന മാറ്റത്തിനാണ് പരിണാമം എന്ന് പറയുന്നത്. അപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം സമൂഹശാസ്ത്രം ഉൾക്കൊണ്ടതാണ്. അതിന് നമ്മൾ സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നു. അപ്പോൾ പരിണാമാത്മക മാറ്റങ്ങൾ ദീർഘകാലം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഡാർവിൻ്റെയാണ് പരിണാമ സിദ്ധാന്തം. ആ പരിണാമ സിദ്ധാന്തം സമൂഹശാസ്ത്രത്തിൽ നമ്മൾ ഉൾക്കൊണ്ടു. അപ്പോൾ നമ്മളതിനെ സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നു. സോഷ്യൽ ഡാർവിനിസം പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുന്ന മാറ്റങ്ങൾക്ക് ഊന്നൽ നൽകി. രണ്ടാമത്താണ് വിപ്ലവകരമായ മാറ്റങ്ങൾ. പരിണാമ മാറ്റങ്ങൾക്ക് വിപരീതമായി വേഗത്തിലും പെട്ടെന്ന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ. വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും ഉദാഹരണങ്ങളാണ്. വ്യാവസായിക വിപ്ലവം, ഹരിത വിപ്ലവം ഇതൊക്കെ മൊത്തത്തിലുള്ളൊരു മാറ്റത്തിന് കാരണമായി. അടുത്തത് ഘടനാപരമായ മാറ്റങ്ങൾ. സമൂഹത്തിൻ്റെ ഘടനയിൽ സംഭവിക്കുന്ന പരിവർത്തനങ്ങളാണ് ഘടനാപരമായ മാറ്റങ്ങൾ. ഉദാഹരണത്തിന് കറൻസി നോട്ടിൻ്റെ ആവിർഭാവം നമ്മുടെ സാമ്പത്തിക വിപണിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അടുത്തത് മൂല്യങ്ങളിലെയും വിശ്വാസങ്ങളിലെയും മാറ്റം. ജനങ്ങളുടെ ജീവിത രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും പരിവർത്തനത്തിന് അവസരമൊരുക്കി. പണ്ട് കുട്ടികളെ മുതിർന്നവരായി കണ്ടുകൊണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു. അത് ഉചിതമല്ല എന്ന് 20-ാം നൂറ്റാണ്ടിൽ മനസ്സിലായി. 19-ാം നൂറ്റാണ്ടിൽ കുട്ടികളെയൊക്കെ ഫാക്ടറികളിൽ ജോലിക്ക് നിയോഗിച്ചിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ബാല്യകാലം ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടമാണെന്ന് പരിഗണിക്കാൻ തുടങ്ങി. അങ്ങനെ ബാലവേല നിരോധിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കി. കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി. ഇങ്ങനെ ധാരാളം നിയമങ്ങൾ പാസ്സാക്കപ്പെടുന്നു. 2005 നമ്മുടെ രാജ്യത്തും ബാലാവകാശ നിയമം നിലവിൽ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മൂല്യങ്ങളിലെയും വിശ്വാസങ്ങളിലെയും മാറ്റവും സാമൂഹ്യ മാറ്റത്തിന് മറ്റൊരു കാരണമാണ്. അടുത്ത ഒരു എസ്സേ പോർഷനാണ് സാമൂഹ്യ മാറ്റങ്ങളും കാരണങ്ങൾ. അതിലൊന്നാണ് പാരിസ്ഥിതിക കാരണങ്ങൾ. പാരിസ്ഥിതിക കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമൂഹ ഘടനയിൽ എല്ലാ കാലത്തും പ്രകൃതിക്ക് ഒരു പ്രധാനപ്പെട്ട സ്വാധീനം തന്നെയുണ്ട്. പണ്ട് നദീതടങ്ങളിലും സമതലങ്ങളിലൊക്കെ ജീവിച്ചിരുന്നവർക്ക് കൃഷി ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ മരുഭൂമിയിൽ ജീവിച്ചിരുന്നവർക്ക് കൃഷി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ മാറ്റങ്ങൾ വരാനുള്ള കാരണങ്ങൾ, സാമൂഹ്യ മാറ്റങ്ങൾ വരാനുള്ള കാരണങ്ങളിൽ പാരിസ്ഥിതിക കാരണം ഒരു പ്രധാനപ്പെട്ടത് തന്നെയാണ്. സാങ്കേതിക വിദ്യ പ്രകൃതിയെ മാറ്റുകയും മനുഷ്യന് പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ വ്യത്യാസം വരുത്തുകയും ചെയ്തു. കാരണം ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. അപ്പോൾ അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വ്യത്യാസങ്ങൾ വരുത്തി. ഭൂചലനം, അഗ്നിപർവ്വതം, വെള്ളപ്പൊക്കം, സുനാമി ഇങ്ങനെ ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ സമൂഹത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് തിരിച്ചു വരാൻ തന്നെ നമുക്ക് മുഴുവനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. ഈ പ്രകൃതിയിലുണ്ടാകുന്ന അത്യാഹിതങ്ങൾ പലപ്പോഴും സമൂഹത്തിൻ്റെ സമ്പൂർണ്ണ പരിണാമത്തിലേക്കോ അല്ലെങ്കിൽ നാശത്തിലേക്കോ തന്നെ ഒരു ഭാഗം തന്നെ നശിച്ചു പോകാനായിട്ട് അത് കാരണമായിട്ടുണ്ട്. ഇനി ഈ പാരിസ്ഥിതിക ഘടനകൾ വിനാശകരം എന്നതിനേക്കാൾ ക്രിയാത്മകവുമായി കാണാറുണ്ട്. അതായത് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുണ്ട്. അറേബ്യൻ നാടുകളിൽ കണ്ടെത്തിയ എണ്ണശേഖരണം, കാലിഫോർണിയയിൽ കണ്ടെത്തിയ സ്വർണം ഇവയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ പരിവർത്തനം തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പം നല്ല വശങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ മോശം വശങ്ങളും ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് സാങ്കേതിക വിദ്യയും സമ്പദ്ഘടനയുമാണ്. സാങ്കേതിക വിദ്യയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും യോജിച്ച പ്രഭാവം കൊണ്ട് നിരവധി സാമൂഹ്യ മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് സാങ്കേതിക വിദ്യ വന്നു, അതുപോലെ സമ്പദ് വ്യവസ്ഥയിലും ഘടനയിലും വന്ന മാറ്റങ്ങൾ, ഇത് ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമായി. ഇതിൻ്റെ കൂട്ടുകെട്ട് കൊണ്ടുവന്ന മാറ്റത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വ്യവസായ വിപ്ലവം. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവവും സമ്പദ്ഘടനയിലുള്ള വ്യത്യാസവും കൊണ്ടുവന്ന മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വ്യവസായ വിപ്ലവം. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തമാണ്. പിന്നെ വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം യുദ്ധമുറകളിൽ അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സാങ്കേതിക വിദ്യയും സമ്പദ്ഘടനയും ആയിട്ടുള്ള കാരണങ്ങൾ.
ദെൻ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഭരണകൂടങ്ങൾ സാമൂഹ്യ മാറ്റങ്ങൾക്ക് ഒരു ചാലകശക്തി തന്നെയാണ്. ഭരണമാറ്റങ്ങൾ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ പല മാറ്റങ്ങളും കൊണ്ടുവരും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചിട്ട് USA ജപ്പാനെ വിജയിച്ചിരുന്നു. ജപ്പാൻ കീഴടക്കിയ USA വർഷങ്ങളോളം ജപ്പാൻ ഭരിക്കുകയും ഭൂപരിഷ്കരണം അടക്കമുള്ള നിരവധി മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭരണകൂടങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ഇതുപോലുള്ള മാറ്റങ്ങൾ വലിയ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. രാഷ്ട്രീയ മാറ്റങ്ങൾ അന്തർദേശീയ തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. പൊതുവെ പറഞ്ഞാൽ രാഷ്ട്രീയ മാറ്റങ്ങൾ വിവിധ സാമൂഹ്യ ഗ്രൂപ്പുകൾക്കും വർഗങ്ങൾക്കുമിടയിൽ അധികാരം പുനർവിതരണം ചെയ്തുകൊണ്ട് സാമൂഹ്യ മാറ്റം സൃഷ്ടിച്ചു. വലിയ വലിയ സാമൂഹ്യ ഗ്രൂപ്പുകൾക്കും വർഗങ്ങൾക്കും ഇടയിൽ മാത്രം അധികാരം നിലനിർത്തിക്കൊണ്ടുള്ള സാമൂഹ്യ മാറ്റമാണ് സൃഷ്ടിച്ചത്. ഇപ്പോൾ പോലും ജനാധിപത്യം സ്വീകരിക്കാത്ത പല രാജ്യങ്ങളും ഉണ്ട്. അതായത് രാജഭരണമൊക്കെ നടക്കുന്ന പല രാജ്യങ്ങളും ഇപ്പോഴും നിലവിലുണ്ട്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വം ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റമാണ്. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളത്. തുടക്കത്തിൽ വോട്ടവകാശം സമ്പന്നർക്കും ഉന്നതർക്കും മാത്രമായിരുന്നു. പക്ഷേ ഒരുപാട് സമരങ്ങളിലൂടെ ദീർഘകാലങ്ങളായുള്ള സമരങ്ങളിലൂടെ സാർവത്രിക വോട്ടവകാശം സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ അതൊക്കെയാണ് രാഷ്ട്രീയ കാരണങ്ങൾ. അടുത്തത് സാംസ്കാരിക മാറ്റങ്ങൾ. മനുഷ്യനെ സ്വാധീനിക്കുന്ന എല്ലാ സാമൂഹ്യ ഘടകങ്ങളെയും സംസ്കാരം എന്ന് പറയാം. അപ്പോൾ എന്താണ് സംസ്കാരം? വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വരാം. മനുഷ്യനെ സ്വാധീനിക്കുന്ന എല്ലാ സാമൂഹ്യ ഘടകങ്ങളെയും സംസ്കാരം എന്ന് പറയാം. ജനങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുന്ന ആശയങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് സംസ്കാരം. ജനങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുന്ന ആശയങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് സംസ്കാരം. വേണമെങ്കിൽ അതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സംസ്കാരത്തിൽ വരുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായും സാമൂഹ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. സാമൂഹ്യ ജീവിതത്തിൽ മതത്തിന് വലിയ സ്വാധീനമുണ്ട്. വിശ്വാസത്തിൽ വന്ന മാറ്റങ്ങൾ സമൂഹത്തിൽ പരിവർത്തനം വരുത്തിയിട്ടുണ്ട്. മതം മറ്റു ഘടകങ്ങളുമായി ചേർന്ന് സമൂഹ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒന്നാണ്. അതൊരു സാംസ്കാരിക മാറ്റമാണ്. സ്ത്രീകൾ ഫാക്ടറികളിലും വിവിധ തൊഴിൽ മേഖലകളിലും ജോലിയെടുക്കാൻ ആരംഭിച്ചതോടെ വലിയ മാറ്റമാണ് സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായത്. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മറ്റൊരു എസ്സേയാണ് പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ. ഏതൊക്കെയാണ് പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ? വിഭവശോഷണം, മലിനീകരണം, ആഗോളതാപനം, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. അപ്പോൾ എന്താണ് വിഭവശോഷണം? പുനഃസൃഷ്ടിക്കാവുന്നവയെന്നും പുനഃസൃഷ്ടിക്കാനാവാത്തവയെന്നും പ്രകൃതി വിഭവങ്ങളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. പെട്രോളിയം, ഭൂഗർഭജലം, ശിലകൾ, ധാതു നിക്ഷേപങ്ങൾ ഇങ്ങനെയുള്ള പ്രകൃതി വിഭവങ്ങൾ നമുക്ക് പുനഃസൃഷ്ടിക്കാനാവാത്തവയാണ്. ഉപഭോഗത്തിനനുസരിച്ച് ഇവയുടെ അളവ് നമുക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ താപോർജ്ജം, കാറ്റ്, തിരമാല, സസ്യങ്ങൾ ഇവയെല്ലാം നമുക്ക് പുനഃസൃഷ്ടിക്കാനാവുന്നവയാണ്. ഇവ ഉപയോഗിക്കും തോറും നമുക്ക് വീണ്ടും വീണ്ടും കുറയുന്നതനുസരിച്ച് പുനഃസൃഷ്ടിക്കാൻ പറ്റുന്നവയാണ്. പുനഃസൃഷ്ടിക്കാനാവാത്ത പ്രകൃതി വിഭവങ്ങളുടെ ക്ഷയിക്കൽ അഥവാ ശോഷണം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൊന്നാണ്. അപ്പോൾ പുനഃസൃഷ്ടിക്കാൻ പറ്റാത്ത പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം ഗുരുതരമായൊരു പാരിസ്ഥിതിക പ്രശ്നമാണ്. ജൈവ ഇന്ധന സ്രോതസ്സുകൾ, പ്രത്യേകിച്ച് പെട്രോളിയത്തിൻ്റെ ശോഷണം, ജലത്തിൻ്റെയും മണ്ണിൻ്റെയും മലിനീകരണം ഇവയൊക്കെ വളരെ വേഗതയിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ജൈവ വൈവിധ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥകളായിരുന്ന പുൽമേട്, വനങ്ങൾ, ചതുപ്പുകളൊക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശോഷണം തുടർന്നു കഴിഞ്ഞാൽ അമൂല്യങ്ങളായ ഒരുപാട് സസ്യജന്തുജാലങ്ങളുടെ വംശനാശം നമുക്ക് കാണേണ്ടി വരും. രണ്ടാമത്തെ പോയിൻ്റാണ് മലിനീകരണം. അടുത്തൊരു പരിസ്ഥിതിക പ്രശ്നമാണ് മലിനീകരണം. മലിനീകരണം മെയിനായിട്ട് 3 തരമാണ്: വായുമലിനീകരണം, ജലമലിനീകരണം, ശബ്ദമലിനീകരണം. വായുമലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കിടയാക്കുന്ന ഗ്രാമനഗര പ്രദേശങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പരിസ്ഥിതിക പ്രശ്നമാണ് വായുമലിനീകരണം. വാഹനങ്ങളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന
പുകപടലങ്ങളും ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കൽക്കരിയും വിറക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പുകയൊക്കെ വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അടുത്തത് ജലമലിനീകരണം. ജലമലിനീകരണം എന്ന് പറഞ്ഞാൽ ജലസ്രോതസ്സുകളെയും ഭൂഗർഭ ജലവിധാനത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ഇതും ഫാക്ടറികളിൽ നിന്നും വീടുകളിൽ നിന്നും ഒക്കെ ഒഴുക്കി വിടുന്ന മലിനജലം, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിന്തറ്റിക് വളങ്ങളും കീടനാശിനികളും ഇതൊക്കെ ജലത്തിലേക്ക് വന്ന് ജലമലിനീകരണത്തിന് കാരണമാകുന്നു. ദെൻ ശബ്ദമലിനീകരണം. നഗരപ്രദേശങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശബ്ദമലിനീകരണം. മത, രാഷ്ട്രീയ, സാംസ്കാരിക പരിപാടികൾക്ക് ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണികൾ, വാഹനങ്ങളുടെ ഉച്ചത്തിലുള്ള ഹോണുകളൊക്കെ ഇതിന് കാരണമാണ്. ആഗോള താപനം. സൂര്യതാപം ഭൂമിയിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാതെ ഹരിതഭവന പ്രഭാവം സൃഷ്ടിക്കാൻ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ വാതകങ്ങൾക്ക് കഴിയും. ഈ വാതകങ്ങൾ ആഗോളതാപനം വർദ്ധിപ്പിക്കുകയും ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകുന്നതിന് കാരണമാവുകയും ചെയ്യും. ലോകരാജ്യങ്ങളുടെ കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ ആഗോളതാപനത്തിന് സാധിക്കും. അടുത്തത് ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. എന്താണ് ജനിതക മാറ്റം? ഒരു ജീവജാലത്തിൻ്റെ ജീനുകളെ മറ്റൊരു ജീവജാലത്തിൻ്റെ ജീനുകളിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പുതിയ സവിശേഷതകളുള്ള ജീവജാലത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ജനിതക മാറ്റം. അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാം. ഒരു ജീവജാലത്തിൻ്റെ ജീനുകളെ മറ്റൊരു ജീവജാലത്തിൻ്റെ ജീനുകളിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പുതിയ സവിശേഷതകളുള്ള ജീവജാലത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ജനിതക മാറ്റം. ദെൻ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾക്ക് വിളകളുടെ വളർച്ചാകാലം കുറയ്ക്കാനും വലിപ്പം കൂട്ടാനും സാധിക്കും. പക്ഷേ ഇത് എത്രത്തോളം നല്ലതായി ഭവിക്കുമെന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഇനി ഇവിടെ നമ്മൾക്ക് ഇതിനോടൊപ്പം തന്നെ പറയാവുന്ന 2 കാര്യങ്ങളാണ് പരിസ്ഥിതി ദുരന്തങ്ങൾ. പ്രകൃതിദത്തവുമായിട്ടുള്ള ദുരന്തങ്ങളുണ്ട്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങളുണ്ട്. ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ? ഭോപ്പാൽ ദുരന്തം, ചെർണോബിൽ നടന്ന ദുരന്തം, എൻഡോസൾഫാൻ ദുരന്തം, ഇതൊക്കെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയാണ്? സുനാമി, ഭൂകമ്പം എന്നിവയൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ്. നെക്സ്റ്റ് 2024 തന്നെ വന്ന മറ്റൊരു എസ്സേയാണ് ആദർശ മാതൃക എന്ന പദം വ്യക്തമാക്കുക, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുക. അപ്പോൾ നമുക്ക് ആദർശ മാതൃക എന്താണെന്ന് നോക്കാം. വെബറിൻ്റെ ഒരു ഗവേഷണ രീതിയാണ് ആദർശ മാതൃക. അപ്പോൾ ആദർശ മാതൃക ആരുടെയാണ്? വെബറിൻ്റെയാണ്, മാക്സ് വെബറിൻ്റെയാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഒരു സാമൂഹ്യ പ്രതിഭാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എടുത്തു കാണിക്കുന്ന മാതൃകയാണ് ആദർശ മാതൃക. അതായത് ഒരു സാമൂഹ്യ പ്രതിഭാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തു കാണിക്കുന്നതാണ് ആദർശ മാതൃക. ആദർശ മാതൃക വിലയിരുത്തപ്പെടേണ്ടത് അതിൻ്റെ കൃത്യതയുടെ അടിസ്ഥാനത്തിലല്ല, അത് എങ്ങനെ ഒരു പ്രോബ്ലത്തെ, ഒരു സാമൂഹ്യ പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വിലയിരുത്തപ്പെടേണ്ടത്. ഇനി അധികാരത്തെ വിശകലനം ചെയ്യുന്നതിനും വെബർ ആദർശ മാതൃകയാണ് ഉപയോഗിച്ചത്. അധികാരത്തെ വിശകലനം ചെയ്യുന്നതിനും വെബർ ആദർശ മാതൃകയാണ് ഉപയോഗിച്ചത്. എന്തൊക്കെയായിരുന്നു? ആ അധികാരത്തെ അദ്ദേഹം 3ആയിട്ട് തരംതിരിച്ചു. പരമ്പരാഗത അധികാരം, വ്യക്തിപ്രഭാവ അധികാരം, വ്യക്തിപരവും നിയമപരവുമായ അധികാരം. അപ്പോൾ പരമ്പരാഗത അധികാരത്തിൻ്റെ ഉറവിടം ആചാരങ്ങളും കീഴ്വഴക്കങ്ങളുമാണ്. പരമ്പരാഗത അധികാരത്തിൻ്റെ ഉറവിടം ആചാരങ്ങളും കീഴ്വഴക്കങ്ങളുമാണ്. ഇത്തരം അധികാരം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അടുത്തത് എന്താണ്? ദിവ്യ സ്രോതസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നോ ലഭിക്കുന്ന അംഗീകാരത്തെ വ്യക്തിപ്രഭാവ അധികാരം എന്ന് പറയുന്നു. അടുത്തത് വ്യക്തിപ്രഭാവമാണ്. എന്താണത്? ദിവ്യ സ്രോതസ്സുകളിൽ നിന്നോ ദൈവത്തിൽ നിന്നോ ലഭിക്കുന്ന അധികാരത്തെ വ്യക്തിപ്രഭാവ അധികാരം എന്ന് പറയുന്നു. വിശുദ്ധന്മാരും പ്രവാചകന്മാരുമാണ് ഈ ഗണത്തിൽ പറയുന്നത്. അടുത്തത് വ്യക്തിപരവും നിയമപരവുമായ അധികാരമാണ്. അപ്പോൾ യുക്തിപരവും നിയമപരവുമായ അധികാരം ആധുനിക സമൂഹത്തിൻ്റെ സവിശേഷതയാണ്. ലിഖിതമായ കുറേ നിയമങ്ങളും ചട്ടങ്ങളും ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. ഇത് നടപ്പാക്കാനുള്ള ചുമതല ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ 3 അധികാരങ്ങൾ ഏതൊക്കെയാണ്? പരമ്പരാഗത അധികാരം, വ്യക്തിപ്രഭാവ അധികാരം, വ്യക്തിപരവും നിയമപരവുമായ അധികാരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദർശ മാതൃകയെക്കുറിച്ച് നമ്മൾ എഴുതണം.
പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് നോക്കാം. സ്വകാര്യ ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സംഘടനാ രീതിയാണ്. ഇതിനകത്ത് കുറേ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാങ്ങളാലും ഒക്കെ നിയന്ത്രിതമായിരിക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ചില നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിയന്ത്രിതമായ പ്രവർത്തനങ്ങൾക്ക് വിധേയമായ ഒന്നാണ് ഉദ്യോഗസ്ഥ വൃന്ദം. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ: 1. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം. 2. സ്ഥാനമാനങ്ങളുടെ ശ്രേണീകരണം. 3. പ്രമാണബന്ധിതം. 4. ഓഫീസ് മാനേജ്മെൻറ്റ്. 5. പെരുമാറ്റച്ചട്ടങ്ങൾ. ഒന്നാമത്തെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം, സ്ഥാനമാനങ്ങളുടെ ശ്രേണീകരണം, പ്രമാണബന്ധിതം, ഓഫീസ് മാനേജ്മെൻറ്റ്, പെരുമാറ്റച്ചട്ടങ്ങൾ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ബ്യൂറോക്രസിയിൽ ഓരോ ഉദ്യോഗസ്ഥനും അവരുടേതായ അധികാരപരിധിയുണ്ട്. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥനും അവരുടേതായ അധികാരപരിധിയുണ്ട്. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ രീതിയുണ്ട്. അവർക്ക് ഔദ്യോഗിക ഉത്തരവാദിത്തമുണ്ട്. ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായ രീതികളുണ്ട്. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും കീഴുദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ നിർദ്ദേശം ലഭിക്കും. ഇപ്പോൾ മേലുദ്യോഗസ്ഥർ എന്താണ് ചെയ്യേണ്ടത് കീഴുദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കും. കൃത്യനിർവഹണം കൃത്യമായിട്ട് അവിടെ നടക്കും. ഉദ്യോഗസ്ഥർ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമിക്കപ്പെടുന്നത്. നമുക്കറിയാം, എക്സാമൊക്കെ എഴുതിയാണ് ഓരോ സ്ഥലത്തും എല്ലാവരും കയറുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമിക്കപ്പെടുന്നത്. രണ്ടാമത്തെ സവിശേഷത എന്താണ്? സ്ഥാനങ്ങളുടെ ശ്രേണീകരണം. അധികാര സ്ഥാനങ്ങളുടെ ശ്രേണീകരണം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ ഉയർന്ന ഉദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരെ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ വിയോജിപ്പുള്ളവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നു, മേൽനോട്ടം വഹിക്കുന്നു. ഇനി നമുക്ക് അതിലെന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അപ്പീൽ നൽകാനുള്ള അവസരമുണ്ട്. ദെൻ പ്രമാണബന്ധിത വ്യവസ്ഥ. ഫയലുകൾ അഥവാ ലിഖിത പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ വൃന്ദ സംവിധാനം നടത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭരണം നിർവഹണം ചെയ്യപ്പെടുന്നത്. ഓഫീസുകളിൽ ഇത്തരം ഫയലുകൾ സൃഷ്ടിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായൊരു പെരുമാറ്റച്ചട്ടം അവിടെയുണ്ട്. അടുത്തത് ഓഫീസ് നടത്തിപ്പ്. ഓഫീസ് ഭരണത്തിന് പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു. മാനേജ്മെൻറ്റ് പരിശീലനങ്ങൾ ഇന്നത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്നാണ് മാനേജ്മെൻറ്റ് പരിശീലനങ്ങൾ. അടുത്തത് പെരുമാറ്റച്ചട്ടം. ബ്യൂറോക്രസിയിൽ ഓരോ ഉദ്യോഗസ്ഥനും നിയമിക്കപ്പെടുന്നത് മുഴുവൻ സമയ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്, മറിച്ച് ഏതാനും മണിക്കൂറല്ല. കൃത്യമായ പെരുമാറ്റച്ചട്ടങ്ങളും അച്ചടക്ക ലംഘനത്തിന് കൃത്യമായ ശിക്ഷാ നടപടികളും സ്വീകരിക്കാനുള്ള അധികാരം അധികാരികൾക്കുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്താണെന്നും അതിൻ്റെ സവിശേഷതകളായിട്ടും പറയുന്നത്.